സ്വന്തം കുടുംബത്തെ പോലും ശ്രദ്ധിക്കാതെ ഊണും ഉറക്കവും കളഞ്ഞ് ഗംഗാവലിപ്പുഴയുടെ തീരത്ത് മനാഫ് 72 ദിവസം കാത്തിരുന്നത് വൈകാരികത ചൂഷണം ചെയ്യാനാണ് എന്ന് പറയുന്നത് നന്ദികേടല്ലേ? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്ന ഒരു ചോദ്യമാണിത്. ഇന്നലെ മുതൽ ഇതിവിടെ വലിയ ചർച്ചയായി കഴിഞ്ഞു. എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? മനാഫിന്റെ ഭാഗത്താണോ ശരി? മനാഫ് ആരാന്നാ പറഞ്ഞേ? അർജുൻ്റെ ലോറി ഉടമ. ലോറി അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ. ആര്? ലോറിയുടെ ഉടമസ്ഥൻ ആര് പറഞ്ഞു എന്നാണല്ലോ മനാഫും പറയുന്നത്. മനാഫ് പറഞ്ഞു. അതിൻ്റെ RC ബുക്ക് എടുത്ത് നോക്കി. അതിൻ്റെ പേര് മുനീബ് എന്നോ മുബിൻ എന്നോ മറ്റാണ് RC ഓണറുടെ പേര്. അപ്പോൾ പിന്നെ ആരാ ഓണർ? അപ്പം ഇയാളാരാ? അതാണ് ഇപ്പോൾ ചോദ്യം. അതിൻ്റെ അർജുൻ്റെ വീട്ടുകാർ പറയുന്നു ലോറിയുടെ RC ഓണർ വേറൊരാളാണ്. അത് മുനീബോ എന്നോ മറ്റോ പേര് ഒരാളാണ്. അയാൾ കാര്യമായി അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇയാൾ മനാഫ് ഇതിൻ്റെ ഉടമസ്ഥൻ പോലുമല്ല. മനാഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ ലോറിക്ക് അർജുൻ എന്ന് പേരിടും. അയാളുടെ ലോറിക്ക് അയാൾക്ക് ലോറി ഉണ്ടെങ്കിൽ പേരിടട്ടെ. അർജുൻ എന്ന് മാത്രമല്ല വേറെയും ഒരു 10-9 പേരുകൾ ബാക്കിയുണ്ട്. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി, വിജയൻ, ശ്വേതാശ്വൻ, കേട്ടിട്ടുണ്ടോ? ജിഷ്ണു, എന്താ അത്? അർജുനന്റെ ജയൻ, സവ്യസാജി, ബീബൽസു എന്നൊക്കെ പറയുന്ന 10 പേരുകളുണ്ട്. പുള്ളി 10 ലോറി മേടിച്ച് 10 പേരിട്ടെ. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഇതിനകത്ത് നമ്മളൊരു ദുരന്തം ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ഈ അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അപ്പോൾ അർജുനൻ്റെ കുടുംബത്തോടും എല്ലാ പരിഗണനകളും വെച്ചുകൊണ്ട് പറയാം, സത്യത്തിൽ വല്ലാതെ മീഡിയ വഷളാക്കിയ ഒരു സംഭവമായിരുന്നു ഈ ഷിരൂർ ദുരന്തം, അല്ലേ? ഒരുപക്ഷെ അർജുനൻ വെള്ളത്തിൽ പോയി എന്ന് അയാളുടെ സ്വാഭാവികമായ എല്ലാ സാധ്യതകളും അതിനാണെന്ന് പറയുന്നു. ഫോൺ റിങ് ചെയ്തു, ഫോൺ ഇവിടെയുണ്ട്, ഭൂമിക്കടി മണ്ണിനടിയിലുണ്ട്. ഇവിടുത്തെ മീഡിയ പോയി പോലീസിനെയും മറ്റ് ദുരന്ത നിവാരണ അതോറിറ്റികളെയും മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കൊണ്ട് വെള്ളത്തിൽ നോക്കാതെ കരയിൽ തന്നെ 4-5 ദിവസം പരിശോധിപ്പിച്ചു. ഇനി വേറെ കാര്യമുണ്ട്, ഒരു ഫാക്റ്റ് വേറെയുണ്ട്. ആ സമയത്തൊക്കെ ഒരു 6 knots സ്പീഡിലാണ്, നോട്ടിക്കൽ മൈൽ സ്പീഡിലൊക്കെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. 3 നോട്ടിക്കൽ നോട്ട്സിനപ്പുറത്തേക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടായാൽ മരണം സംഭവിക്കും ആളുകൾ ഇറങ്ങാൻ. അതുകൊണ്ട് നേവിക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല. ആ സമയത്ത് ഇറങ്ങാൻ പറ്റില്ലായിരുന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും അർജുനൻ ലോറിയിൽ, ഭാരത് ബെൻസ് എന്ന് പറയുന്ന ലോറി വലിയ കിടിലൻ സംഭവമാണ്. അതിനകത്തൊന്നും സംഭവിക്കത്തില്ല, ഓക്സിജനുണ്ട്, സുഖമായിട്ട് സുരക്ഷിതമായിട്ട് അർജുനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാരേറ്റീവ് ഉണ്ടാക്കിയത് മീഡിയ വല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത കേരളത്തിലെ മറ്റൊരു സംഭവമാണ്. അതിന് മുമ്പൊരു സംഭവം ഓർക്കുന്നില്ലേ? ആ കോഴിക്കോട് ഒരു പെൺകുട്ടിയെ ഭർത്താവ് തല്ലി എന്ന് പറഞ്ഞൊരു കേസ്. അതെങ്ങനെ പർവ്വതീകരിച്ച് അടുക്കളയിൽ നിന്ന് ഷൂട്ട് ചെയ്ത് അവസാനം അത് കുളമായി. ആ പെണ്ണും ചെക്കനും ഒന്നായി. മീഡിയ ആരായി? പ്രേക്ഷകരാരായി? മീഡിയകൾ ഈ റേറ്റിങ്ങിന് വേണ്ടി നടത്തുന്ന ഒരു മത്സരത്തിന്, പ്രകൃതിയേക്കാൾ വലിയ ദുരന്തത്തിന്, ചൂഷണത്തിന് ഇരയായ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുനൻ്റെ ശരീരം ഇതിനു മുമ്പേ കണ്ടെത്താമായിരുന്നു. ഇപ്പോൾ വീട്ടുകാർ പറയുന്നത് എന്താ? അവർ വളരെ ന്യായമായി പറയുന്നു, അർജുനൻ്റെ പേരിൽ ഒരു മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് മനാഫ്. മനാഫ് ഒരു നന്മ മരമെന്ന തരത്തിൽ വല്ലാതെ വാഴ്ത്തപ്പെട്ടു. ഇന്നലെ എനിക്ക് വലിയ സങ്കടം വന്നത് മീഡിയ വണ്ണിൻ്റെ പേജിൽ, ഫേസ്ബുക്ക് പേജിൽ ഈ കുടുംബത്തിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. പത്രസമ്മേളനത്തിന് താഴെ ആ കുടുംബത്തെ പുലഭ്യം പറയാൻ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ നിരനിരയായി വന്ന് ഇവരെ ചീത്ത വിളിക്കുകയാണ്. അവരെന്താ പറഞ്ഞത്? ഞങ്ങളുടെ മകൻ അല്ലെങ്കിൽ സഹോദരൻ ഭരിച്ചു, അതിൻ്റെ പേരിൽ ഇനി ആരും മുതലെടുപ്പിന് ഇറങ്ങരുത്, മതി, മനാഫിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, മനാഫ് ഇതിൻ്റെ പേരിൽ ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങളുടെ പേരിൽ പിരിവ് നടത്തരുത്, ആരും പണം കൊടുക്കരുത്. ഇത് പറയാൻ ഒരു വിക്ടിമിൻ്റെ കുടുംബത്തിന് അവകാശമല്ലേ? പക്ഷേ പറഞ്ഞത് മനാഫായതുകൊണ്ട്, മനാഫിനെ തള്ളിപ്പറഞ്ഞത് അർജുനൻ്റെ കുടുംബമായതുകൊണ്ട്, ഞാനത് മനാഫെന്നും അർജുനെന്നും പറയാൻ പ്രത്യേക കാര്യമുണ്ട്. കാരണം അത് കൃത്യം സാമുദായികം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മീഡിയ വണ്ണിൻ്റെ പേജിൽ, ഇന്നലെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഈ വീഡിയോയുടെ താഴെ, നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് പോയി പരിശോധിക്കാം, ആ വീഡിയോയുടെ താഴെ മീഡിയ വൺ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ ഭാഗമായുള്ള ആളുകൾ ഈ കുടുംബത്തെ പുലഭ്യം പറയുകയാണ്. എന്തിന്? മനാഫിൻ്റെ തള്ളിപ്പറഞ്ഞതിൻ്റെ പേര്. ഇനി മനാഫ് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ ലോറിക്ക് അർജുനൻ്റെ പേരിടും. ഓക്കെ, അത് അയാളുടെ സൗകര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ അർജുനൻ്റെ 10 പര്യായങ്ങളുണ്ടെങ്കിൽ പോലും അത് ആർക്കും ഇടാം. മനാഫിനും ഇടാം, മുസലിയാർക്കും ഇടാം, അബ്ദുള്ളയ്ക്കും ഇടാം, തോമസിനും ഇടാം, പ്രീതയ്ക്കും ഒരു ലോറി ഉണ്ടെങ്കിൽ അർജുനനെന്നോ സവ്യസാജി എന്നോ പേരിടാം. അതൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ അർജുനൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും എന്ന് പറയാൻ ഇയാളാരാ? അല്ല, അയാൾ പറഞ്ഞത് എനിക്ക് 3 മക്കളാണ്, ഇനി മുതൽ അത് 4 മക്കളായി ഞാൻ കരാം. അതൊരു മനുഷ്യത്വത്തിൻ്റെ ഒരു 4 മക്കളായി ഞാൻ കാണും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം.
നാലാമത്തെ അമ്മ എന്റെയും അമ്മയാണ് ആയിക്കോട്ടെ, അതുപോലെയല്ലോ അർജുനന്റെ മകനെ ഞാൻ വളർത്തും എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബമുണ്ട്. അവർക്ക് ഗതികേടുണ്ടെങ്കിൽ പറയണം. അവർ പറയുന്നത് ഞങ്ങൾ പണിയെടുത്ത് ജീവിക്കുന്നവരാ, ഞങ്ങൾക്കൊരു കൊച്ചിനെ വളർത്താനുള്ള ശേഷി. ഇയാൾ ആരാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് ഇതിൻ്റെ RC ഓണർ മനാഫ് അല്ല എന്നിരിക്കെ ആരാണ് ഈ മനാഫ്? ഈ ചോദ്യം ബാക്കിയാവുന്നില്ലേ? ഇനി അത് കഴിഞ്ഞു. ഇപ്പോൾ എനിക്കിന്ന് വല്ലാത്ത വിഷമം ഉണ്ടാക്കിയൊരു കാര്യമുണ്ട്. ഒരു മാധ്യമത്തിൻ്റെ വീഡിയോ, ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന അർജുൻ്റെ ബൈക്ക് കാണിച്ചു കൊടുത്തത്? അയാളുടെ മറുപടി കേട്ടോ. ആ വീഡിയോ നമുക്ക് കിട്ടിയാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ആ വീഡിയോ നമ്മുടെ പ്രേക്ഷകരിൽ പലരും കണ്ടിട്ടുണ്ട്. അയാൾ പറയുകയാണ്, ഞാൻ അർജുൻ്റെ ബൈക്കല്ലേ കാണിച്ചു കൊടുത്തുള്ളൂ, ജട്ടിയൊന്നും കാണിച്ചു കൊടുത്തില്ലല്ലോ. എത്ര വൃത്തികെട്ട മനസ്സിനുടമയാണ് ഈ മനാഫ്? അങ്ങനെയാണോ പറയുന്നത്? നിങ്ങൾ എന്തിന് മനാഫ് എന്തിന് അർജുനൻ്റെ ബൈക്ക് വീഡിയോയ്ക്ക് വേണ്ടി, യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി, അതിനൊരു എക്സ്ക്ലൂസീവ്നെസ് വരാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി വൈകാരിക തലം ഉണ്ടാക്കുക, ഇത് അർജുൻ ഓടിച്ചിരുന്ന ബൈക്കാണ്, അവൻ്റെ ആഗ്രഹമായിരുന്നു ഈ ബൈക്ക് എന്നൊക്കെ ഒരു സെൻറ്റിയൊക്കെ പുരട്ടി അവതരിപ്പിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ കാണിക്കുന്നത്. അതെന്തിന് നിങ്ങൾ കാണിച്ചു എന്ന് ചോദിക്കുമ്പോൾ ബൈക്കല്ലേ, അവൻ്റെ ജട്ടിയല്ലല്ലോ കാണിച്ചത് എന്ന് ചോദിക്കുന്നതിനകത്ത് വളരെ അപമാനകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇയാളുടെ മനോഭാവം എന്താണ് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇത് അയാൾ കണ്ണീരൊഴുക്കുന്നതൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ പോലീസിന് പരാതിയുണ്ട്. അവിടെ ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന ആളെ വിളിച്ചുകൊണ്ട് വന്നത് ഇയാളാണെന്ന് പറയും. ഈശ്വർ മാൽപ്പെ വന്നിട്ട് ആദ്യത്തെ ദിവസം ഈശ്വർ മാൽപ്പെ ഇറങ്ങിയിട്ട് അയാൾ ഒഴുക്കിപ്പെട്ടു പോയി. നേവിയെ രക്ഷപ്പെടുത്തിയത്. നോക്കൂ, ഈശ്വർ മാൽപ്പയെ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ലല്ലോ. ഉടുപ്പിയിലുള്ള ഒരു മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട അത്യാവശ്യം ചില റെസ്ക്യൂ ഒക്കെ നടത്തുന്ന അവരെ കണ്ടിട്ടുണ്ടോ? അവർ യൂണിഫോം ഒക്കെ ധരിച്ച് ഈശ്വർ മാൽപ്പെ എന്നൊക്കെ എഴുതിയിരിക്കുന്ന സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച ആംബുലൻസിലാണ് സഞ്ചരിക്കുന്നത്. അവർ പ്രൊഫഷണലാണ്. അവർക്ക് ഈ ദിവസങ്ങളിൽ ഈ ഓപ്പറേഷൻ്റെ ഭാഗമായതുകൊണ്ട് പബ്ലിസിറ്റി എന്നാലോചിച്ച് നോക്കി. എത്ര കോടി രൂപയുടെ മീഡിയ പബ്ലിസിറ്റിയാണ് സൗജന്യമായിട്ട് കിട്ടിയത്. ഈശ്വർ മാൽപ്പെ വന്നിട്ട് അവസാനം ഇയാൾ വന്നിട്ട് ഇയാളുടെ സ്വന്തം നിലയ്ക്കുള്ള പല കാര്യങ്ങളും നേവിയെയും അവിടെ ഡ്രജർ കൊണ്ടുവന്നിട്ടുള്ള അവിടുത്തെ ഒഫീഷ്യൽ രക്ഷാപ്രവർത്തനത്തെയും അട്ടിമറിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഈശ്വർ മാൽപ്പെ കുറേ കാര്യങ്ങൾ നടത്തി. അയാൾ അവസാനം പിടങ്ങിപ്പോയി. ഇയാളെ ആരാ വിളിച്ചത്? ജില്ലാ ഭരണകൂടം വിളിച്ചതല്ല. ജില്ലാ ഭരണകൂടം രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമം എന്നതിൽ ഡ്രജർ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ദിവസം ഈശ്വർ മാൽപ്പെ ഉണ്ടാക്കിയ ഈ പ്രശ്നങ്ങളിൽ കുടുങ്ങി ആ റെസ്ക്യൂ പ്രവർത്തനം വഴിതിരിച്ചില്ലേ? രണ്ടാമത്തെ ദിവസമല്ലേ, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമാണ്. 3 ദിവസം മാത്രമേ ഡ്രജർ ഉണ്ടാവുള്ളൂ എന്നറിയാം. ആ 2 ദിവസവും പ്രശ്നം ഉണ്ടാക്കി 3-ാം ദിവസം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചത്. അവർ ഉപേക്ഷിച്ച് പോയിരുന്നെങ്കിൽ അർജുനൻ്റെ ഈ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗം നമുക്ക് കിട്ടുമായിരുന്നു. ഈ ലോറി കണ്ടെത്താൻ കഴിയുമായിരുന്നു. നേവി മാർക്ക് ചെയ്ത ആ സ്പോട്ടിൽ നിന്ന് 3-ാം ദിവസം മാത്രം എന്തുകൊണ്ട് ഡ്രജർ ഉപയോഗിച്ച് പൊക്കിയെടുക്കാൻ പറ്റും? ആദ്യത്തെ 2 ദിവസം ഡ്രജർ വന്നിട്ടും നേവി മാർക്ക് ചെയ്ത സ്ഥലത്ത് ഈ റെസ്ക്യൂ നടത്തിയിട്ട് ഈ വാഹനം പൊക്കിയെടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? സിമ്പിളാണ്. ഈശ്വർ മാൽപ്പെ ഉണ്ടാക്കിയ പ്രശ്നമാണ്. ഈശ്വർ മാൽപ്പയും മനാഫും തമ്മിലുള്ള ഒരു അൻവറിൻ്റെ പദം ഉണ്ടല്ലോ, ഇപ്പോഴും അൻവർ നാഴിക 40 വട്ടം പറയുന്നൊരു പദമുണ്ട്, നെക്സസിനെതിരെ പൊരുതുണമെന്നാണ് പുള്ളി പറഞ്ഞത്. ഈ നെക്സസ് മനാഫും ഈശ്വർ മാൽപ്പയും തമ്മിലുള്ള ഒരു ഇതിൻ്റെ ഭാഗമായി ഇത് നിരന്തരം വൈകിച്ചു. അത് മുഴുവൻ ഷൂട്ട് ചെയ്ത് സ്വന്തം യൂട്യൂബ് ചാനലിൽ കാണിക്കുകയായിരുന്നു മനാഫ് എന്നാണ് ഇവരുടെ ആക്ഷേപം. മനാഫിനെ സംബന്ധിച്ച് മനാഫ് ഇപ്പോൾ പറയുന്ന വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ, ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കും, എൻ്റെ അവകാശമാണ്, ഞാൻ ഇനിയും ഉണ്ടാക്കും. അവർ പരാതി പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും ഉണ്ടാക്കും. കുടുംബത്തിൽ നിന്നല്ല കൊണ്ടുവന്നത്, അവരുടെ കുടുംബത്തിൽ നിന്നല്ല, ഞാൻ ഉണ്ടാക്കും. ഓക്കെ, ഇയാൾക്ക് ഇതിനു മുമ്പ് ഈ ദുരന്തം ഉണ്ടാവുന്നത് വരെ എവിടെയായിരുന്നു യൂട്യൂബ് ചാനൽ എന്നുള്ള ആശയം ഉണ്ടാവാതിരുന്നത്? നോക്കുമ്പോൾ ഒരു ദുരന്തം ഉണ്ടായി. ഇപ്പോൾ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടാൽ കുറേ ആളുകൾ കാണും, ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രിപ്ഷനും വ്യൂവർഷിപ്പും കിട്ടും. അത് മുതലാക്കാൻ മനാഫ് ശ്രമിച്ചു എന്ന് തന്നെയല്ല, അല്ലെങ്കിൽ മനാഫിന് മുമ്പേ ഉണ്ടാവണം. ഇപ്പോൾ മാത്രം ഇത് ഉണ്ടാക്കുന്നു. ഈ ഡ്രജർ വന്നിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ അത് വീഡിയോകളിലേക്ക് എല്ലാ ചാനലുകളും അവിടെയുണ്ട്, അവർ എറിയുന്നുണ്ട്. പിന്നെ എന്തിനാണ് മനാഫ് അത് സ്വന്തം യൂട്യൂബ് ചാനലിൽ കൂടെ ചിത്രീകരിക്കാൻ നോക്കിയത്? ഇല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ വാഹന ഉടമ മനാഫ് അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ അർജുൻ്റെ വീട്ടുകാർക്ക് നേരത്തെ അത് അറിയാമായിരുന്നു. അപ്പോൾ ഈ 72 ദിവസത്തിനുള്ളിൽ ഇതുവരെ അവരത് പറഞ്ഞിട്ടില്ലല്ലോ. അർജുന പറയുന്നത് മനാഫ് ലോറി ഉടമസ്ഥനാണ് എന്ന രീതിയിലല്ലേ അവിടെ ഇത്രയും നാളും അയാളെ അവതരിപ്പിച്ചിരുന്നത്. വീട്ടുകാരല്ലോ അവതരിപ്പിച്ചത്. ലോറി ഉടമസ്ഥനാണ്. നമ്മൾ ഈ പാലക്കാട്ടേക്ക് കോയമ്പത്തൂരേക്ക് പോകുന്നൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ റോബിൻ ബസ്സിൻ്റെ വിവാദം ഉണ്ടായപ്പോൾ റോബിൻ ബസ്സിൻ്റെ ഗിരീഷ് എന്ന് പറയുന്ന ആള്, ഗിരീഷ് അല്ലല്ലോ ആ ബസ്സിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ നടത്തിപ്പുകാരനായിരുന്നു. മനാഫും അതുപോലെ നടത്തിപ്പുകാരനായിരുന്നു എന്ന്
ആലോചിക്കണം, ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വണ്ടി ഒരു പക്ഷേ ലീസിന് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇയാളെ നടത്തിപ്പിന് ചുമതല വിട്ടു കൊടുത്തോ ആയിരിക്കാം. പക്ഷെ ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് ഭാവിക്കുക, അതിനൊരു കുഴപ്പമില്ലെന്നേ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അയാളുടെ ഇപ്പോഴത്തെ ഭാഷ ശരിയല്ലല്ലോ. ഞാൻ പറയും, ഞാൻ ഈ മനാഫിനോടൊരു കരുതലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ ഇതിന് പിന്നാലെ നിൽക്കുന്നുണ്ടല്ലോ, അയാൾക്ക് അതുകൊണ്ട് പബ്ലിസിറ്റി സ്വാഭാവികമായും കിട്ടും. പിന്നാലെ നിൽക്കുമ്പോൾ അയാളുടെ പിന്നാലെ ആളുകൾ പോകും, ഒരു പബ്ലിസിറ്റി കിട്ടും. ഇയാളെ പോലീസ് തല്ലി എന്ന് പറഞ്ഞ സീനുണ്ടാക്കി, ഓർക്കുന്നില്ലേ? പോലീസ് പറഞ്ഞു, അവിടെ കാൻവാർ SP പറഞ്ഞു ഞങ്ങൾ തല്ലിയിട്ടൊന്നുമില്ല, പക്ഷെ എന്നെ തല്ലി എന്നും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ വല്ലാതെ മീഡിയ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ മനാഫ് ഒരു ശ്രമം നടത്തിയത് എല്ലാം നമ്മളൊന്ന് റിവൈൻഡ് ചെയ്തോ നോക്കിയാൽ കാണാം. മനാഫ് വല്ലാത്ത മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആ സമയത്താണ് ഈ മനാഫിൻ്റെ ഒരു അമിത ആവേശം പോലെ ജില്ലാ ഭരണകൂടവും പോലീസും നേവിയുമൊക്കെ ശ്രമിക്കുമ്പോൾ അതിനെ പരിഹസിക്കാനും അതിനെ കുറ്റം പറയാനും ഈ എക്സ്പെർട്ടുകളാണല്ലോ ഇത് ചെയ്യുന്നത്. ഇയാൾ ലോറി ഉടമസ്ഥനാണെങ്കിലും മനാഫിൻ്റെ തൊഴിൽ എനിക്കറിയില്ല. ലോറി ഉടമസ്ഥനാണെങ്കിൽ അത് ഒരു രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എക്സ്പെർട്ടുകളാണ്, പ്രത്യേകിച്ച് വെള്ളത്തിനടിയിലുള്ള രക്ഷാപ്രവർത്തനം. അത് നേവിയുണ്ട്, അങ്ങനെ ജില്ലാ ഭരണകൂടം നടപ്പാക്കാനും മോണിറ്റർ ചെയ്യാനുമുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് ഏജൻസികളൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് വിട്ടുകൊടുക്കല്ലേ. അവരെ കയറിയിട്ട് നമ്മുടെ മേജർ ജനറലായിരുന്ന റിട്ടയർഡ് ഓഫീസറുണ്ടോ മലയാളി, അദ്ദേഹമുണ്ട്. ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒരു സാധാരണക്കാരനായ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു പ്രാവീണ്യമോ അറിവോ ഇല്ലാത്ത മനാഫ് വന്നിട്ട് എല്ലാം ഡിക്റ്റേറ്റ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു. ഇതെല്ലാം നമ്മുടെ ചാനൽ ക്യാമറകളുടെ മുന്നിൽ ആളാവാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പോൾ കുറേ കാലമായി നമ്മുടെ നാട്ടിൽ നന്മ മരങ്ങൾ എന്നും പറഞ്ഞ് കുറേ ആളുകൾ അവതരിക്കുന്നുണ്ട്. ഒരു നന്മ മരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിലേക്ക് സ്ഥാനാർത്ഥിയായി. ഇപ്പോൾ ആ നന്മ മരത്തിനെ കേൾക്കാനില്ല. ഇത് വലിയ വലിയ സാമ്പത്തിക ഇടപാടുകളും നമ്മുടെ നാട്ടിലേക്ക് ഹവാല പണം, ഹവാല എന്ന് പറയാൻ പാടില്ല അല്ലേ, മുഖ്യമന്ത്രി പറഞ്ഞത് മഹാപരാധം എന്ന് പറയുന്നത് 123 കോടി രൂപയുടെ ഹവാല പിടിച്ചെന്ന്. കാരണം പ്രത്യേകിച്ച് മലപ്പുറത്താണ് പറയാൻ പാടില്ല. അപ്പോൾ ഹവാല ഇടപാടുമൊക്കെ നടക്കുന്ന ഒരു നാട്ടിൽ മറ്റു മാർഗ്ഗത്തിൽ ഹവാല ഇടപാട് പോലും കുറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ചാരിറ്റിയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടോ, ഒരാൾക്ക് ഒരു ചികിത്സാ സഹായം വേണമെന്ന് പറയുന്നു. ആ ചികിത്സാ സഹായം എല്ലാവർക്കും ഒന്നും അങ്ങനെയൊന്നും കിട്ടാറൊന്നുമില്ല. ഇതൊക്കെ അപ്രിയ സത്യങ്ങളാണ്. ആ ചികിത്സാ സഹായം ആർക്കു വേണ്ടിയാണോ ചോദിക്കുന്ന ആളിൻ്റെ സമുദായം പ്രധാനപ്പെട്ട ഘടകമാണ്. ആ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് വലിയ തോതിൽ ഫണ്ട് വരും. 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് 80 കോടി 50 കോടിയൊക്കെ വന്ന് വീഴുകയാണ്. ഇതിൻ്റെ യൂട്ടിലൈസേഷൻ ഇതെങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് ആർക്കറിയാം. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഹവാല ഇടപാടുകൾക്ക് ഒരു വലിയ അത്താണിയാണ് ഈ നന്മ മരങ്ങൾ, ചികിത്സാ സഹായം. നന്മ മരങ്ങളിലെ പല നന്മ മരങ്ങളുടെയും ഉള്ളു പൊള്ളയും പൊള്ള മാത്രമല്ല വേറെ കള്ളങ്ങളുടെ ഒരു വലിയ കേന്ദ്രമാണ് ഈ നന്മ മരം. അവർക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അപ്പം മനാഫിൻ്റെ താല്പര്യം എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. മനാഫ് ഒരു ഓവർ ആക്ടിവിസം നടത്തി എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടാതെ പലരിൽ നിന്ന് പണം വാങ്ങി എന്ന് മനാഫ് പറയുന്നു. ഇനിയിപ്പോൾ മനാഫിന് ചെയ്യാമെന്നൊരു കാര്യം, മനാഫ് ക്ലീൻ ആണെങ്കിൽ മനാഫ് ഇവർക്കെതിരെ കേസ് കൊടുക്കട്ടെ. അവർ പത്രസമ്മേളനം നടത്തി, ഞാൻ പണപ്പിരിവ് നടത്തി എന്നിവർ പറയുന്നു, അത് എനിക്ക് അപകീർത്തികരമാണ്, ഒരു മാനനഷ്ട കേസ് കൊടുക്കാമല്ലോ. അതെന്താ മനാഫ് തയ്യാറാത്ത? മനാഫ് വളവള വർത്താനം പറയുന്നതല്ലാതെ ഞാൻ നിയമപരമായി നേരിടും എന്ന് ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ മൊമെൻ്റ് വരെ പറഞ്ഞിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മനാഫിൻ്റെ അല്ല ഈ ലോറി എങ്കിൽ എന്തുകൊണ്ടാണ് മനാഫ് ഇത്രയും കാലം ലോറി ഉടമസ്ഥൻ എന്ന് പറഞ്ഞ് ഭാവിച്ചത്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മനാഫിന് ഇതിലുണ്ടായിരുന്ന താല്പര്യം എന്താണ്? പബ്ലിസിറ്റിയാണോ, അതോ വേറെ എന്തെങ്കിലുമാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോകളൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ആദ്യകാലങ്ങൾ. ആ വീഡിയോയുടെ കണ്ടൻറ്റുകളൊന്നും എനിക്ക് താല്പര്യമില്ല. മനാഫിന് വേറെന്തോ താല്പര്യം ഉണ്ടായിരുന്നു. ഈ ലോറിയും ആ ലോറിയിലുണ്ടായിരുന്ന ചരക്കും ഒക്കെയായി ബന്ധപ്പെട്ട് എന്തൊക്കെ താല്പര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്ന ദുഷ്പ്രചരണം നടന്നിട്ടുണ്ട്. അതിനകത്ത് വേറെ എന്തൊക്കെയോ കൊണ്ടുവന്നു, അതുകൊണ്ടാണ് ഇയാൾക്ക് ഇത്ര ആദ്യം എന്ന് പറഞ്ഞ് ചില വീഡിയോ ഒക്കെ വൈറലായി. അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല, കാരണം നമ്മുടെ പക്കൽ തെളിവൊന്നുമില്ല. പക്ഷെ മനാഫ് അല്ല ഇതിൻ്റെ ഓർഡർ. മനാഫ് എന്തിനാണ് പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത മനാഫിനാണ്. ഏതായാലും ഒരു സത്യം, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഒരു കുടുംബത്തിന്, പ്രത്യേകിച്ച് ഒരു ദുരന്തത്തിന് ഇരയായ ഒരാളുടെ കുടുംബത്തിന്, ഞങ്ങൾക്കിനി ഇയാളുടെ സഹായം വേണ്ട, ഞങ്ങളെ എന്താ ഇയാൾ സഹായിച്ചത് ഒന്ന് പറഞ്ഞൊരു ആ കുടുംബം ചോദിക്കുകയാണ്, മനാഫ് എന്ത് സഹായിച്ചു?
മനാഫ് എന്ത് പ്രീതൊക്കെ എന്താ മനാഫ് എന്താ സഹായിച്ചത്? എല്ലാവരും പറയുന്നു ഇപ്പോൾ ആൾക്കാരുടെ ലോറിയുടെ ഇൻഷുറൻസ് കിട്ടും, അയാൾ അവിടെ പോയി അല്ല. നിൽക്കേണ്ട ശരി, ആവശ്യമില്ലായിരുന്നു. ഞാൻ എന്നിട്ടും അവിടെ ചോദിക്കുന്നത് മനാഫ് എന്ത് മനാഫ് പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് തിരികെ പോകുന്നുണ്ടെങ്കിൽ അർജുനോടൊപ്പമായിരിക്കും തിരികെ പോകുന്നത് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അത് ആ വീട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടല്ലേ, മെന്റൽ സപ്പോർട്ടല്ലേ? അല്ല, കർണാടക സർക്കാർ പറഞ്ഞല്ലോ അർജുൻ്റെ ബോഡി ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു പറഞ്ഞല്ലോ, അതിനൊക്കെ വലിയ സപ്പോർട്ടുണ്ടോ? കാൻവാർ MLA സതീഷ് പറഞ്ഞല്ലോ, ഇവിടുന്ന് KC വേണുഗോപാൽ MP ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ടിരുന്നില്ല, അവർ പറഞ്ഞ വാക്കിനേക്കാൾ വലുതാണോ? മനാഫ് എന്ത് ചെയ്തു ഈ കുടുംബത്തിന് വേണ്ടി? പ്രീതയുടെ അഭിപ്രായത്തിൽ ഞാൻ ഇത് കിട്ടിയിട്ടേ ഇവിടെ പോരുള്ളൂ, കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇയാൾ ആചന്ദ്രകാലം അവിടെ തന്നെ വേറെ ഇറങ്ങി നിൽക്കുമായിരുന്നു. അല്ല, നമ്മൾ ഈ പല അഭിപ്രായങ്ങളും അറിയുന്നത് സോഷ്യൽ മീഡിയയിലെ ആൾക്കാരുടെ ഓരോ ഞാൻ എഴുത്തുകൾ ചോദിക്കുന്നത്, കണ്ടിട്ടാണല്ലോ. ഇപ്പൊ ഇത്ര 72 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ലോറി കിട്ടി, അർജുനന്റെ ഭൗതിക ശരീരം കിട്ടിയില്ലായിരുന്നെങ്കിൽ ആചന്ദ്രകാലം ഈ പറഞ്ഞ വാക്ക് പാലിച്ച് ഭീഷ്മപ്രതിജ്ഞ പോലെ മനാഫ് ഷിരൂരിൽ അവിടെ ഒരു മരം പോലെ നിൽക്കുമായിരുന്നു? ഇല്ലല്ലോ. അയാൾ വീട്ടിൽ പോകുമായിരുന്നു. മനാഫ് എന്ത് ചെയ്തു? മനാഫാണോ മുങ്ങിയത്? മനാഫാണോ പൊക്കിയത്? മനാഫാണോ കർണാടക സർക്കാരിനെ ഇടപെടിച്ചത്? അല്ലല്ലോ. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, കർണാടകയിൽ ഒരു കോൺഗ്രസ് സർക്കാർ ഉള്ളതുകൊണ്ട് രാഷ്ട്രീയമായും കൂടെ ബന്ധപ്പെടുത്തിയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. മനാഫിൻ്റെ റോൾ എന്താണ്? മനാഫിൻ്റെ റോള് കുറേ വാചകങ്ങൾ മാത്രമാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് കിട്ടിയിട്ടേ ഞാൻ പോകൂ എന്നുള്ള ഒരു ഭീഷ്മപ്രതിജ്ഞ പോലെയുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ്, കുറേ വാചകങ്ങൾ. ആ വാചകങ്ങളുടെ യഥാർത്ഥ മുഖമാണ് കണ്ടത്. അവൻ്റെ ബൈക്കല്ലേ കാണിച്ചത്, ജെട്ടി അല്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു നീചമായ ഭാഷയോടെ കിട്ടിയപ്പോൾ ഇയാൾ ആരാണെന്ന് പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും പ്രതികരിക്കുന്നത് അർജുന്റെ കുടുംബം നന്ദികേട് എന്ത് കാണിക്കുന്നു. നന്ദികേട്? ഈ അളിയനെ ഈ സംഭവം നടക്കുന്ന സമയത്തൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ മനാഫെ ഉണ്ടായിരുന്നുള്ളൂ. മനാഫ് എന്തിനുണ്ടായിരുന്നു? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ശരി, ആരുടെ ഔദാര്യം വേണ്ടെങ്കിൽ ഓക്കേ, സർക്കാർ കൊടുത്ത ജോലി വേണ്ടെന്ന് വെക്കും. ഇങ്ങനെയൊക്കെയാണ് സർക്കാർ മനാഫിന്റെ വീട്ടിൽ കൊടുത്തത്. മനാഫിന്റെ അച്ചു വീട്ടിൽ നിന്നാണോ ജോലി കൊടുത്തത്? സോഷ്യൽ മീഡിയ പറയുന്നത് അതാ ചോദിച്ചത്. മനാഫിന്റെ അച്ചു വീട്ടിൽ നിന്നല്ലല്ലോ ജോലി കൊടുത്തത്, സർക്കാരാ കൊടുത്തത്. സഹകരണ ബാങ്കിൽ ജോലി കൊടുക്കാൻ പിണറായി വിജയന്റെ സർക്കാരാണ് തീരുമാനിച്ചത്. അതിന് മനാഫിനോട് എന്തിനാണ് കടപ്പെട്ടിരിക്കുന്നത്? മനാഫ് ഒരു സമുദായത്തിന്റെ പേര് ഉള്ളത് കൊണ്ടാണ് മനാഫിന്റെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. സമീപകാലത്ത് വന്ന നന്മ മരങ്ങളൊക്കെ ഏത് സമുദായത്തിൽപ്പെട്ടാണെന്ന് ആളുകൾ തിരിച്ചു ചോദിച്ചാൽ എന്ത് പറയും? എല്ലാത്തിലും ഒരു വർഗീയത മാത്രം കാണുന്ന ഒരു സമൂഹമായി ഇതിനകത്ത് എന്ത് വർഗീയത? മനാഫ് അർജുന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു? മനാഫ് അമ്മയെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അമ്മയുടെ മോനല്ലേ ഞാൻ എന്റെ അമ്മയെ പോലെ, എന്റെ അമ്മയല്ലേ അമ്മയും. ഞാൻ ചോദിക്കുന്നത് അമ്മ വളരെ സ്നേഹത്തോടെ മനാഫിനോട് സംസാരിക്കുന്നു. അല്ലാതെ മനാഫ് എന്ത് ചെയ്തു? മനാഫിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? കുടുംബത്തോടൊപ്പം നിന്നു എന്നാണ് മനാഫ് അവകാശപ്പെടുന്നത്. മനാഫ് അമ്മയെ വിളിച്ച് സംസാരിക്കുന്നത് എന്ത് കണ്ടു? ഒരു വീഡിയോ, അതിൽ ലൗഡ് സ്പീക്കർ ഇട്ട് റെക്കോർഡ്. ആര് ഷൂട്ട് ചെയ്തത്? മനാഫ് അമ്മയോട് സംസാരിക്കുന്നു. മനാഫ് ഈ ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കുന്നത് വേറൊരു ക്യാമറ കൊണ്ട് എന്തിനാണ് ഷൂട്ട് ചെയ്തത്? ഈ ആരോപണങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം. ഇത് ആരോപണങ്ങൾ വരുന്നതിന് മുമ്പല്ലേ ഷൂട്ട് ചെയ്ത്? അപകടം ഉണ്ടായപ്പോൾ മനാഫ് അർജുനന്റെ അമ്മയെ വിളിക്കുന്നു ഫോണിൽ. ലെറ്റ് മീ കംപ്ലീറ്റ്. മനാഫ് അർജുനന്റെ അമ്മയെ വിളിച്ചിട്ട് സ്വാന്തനിപ്പിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നത് അമ്മയെ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നു. സ്വാഭാവികമായി ഒരു മനുഷ്യൻ ചെയ്യേണ്ടതാണ്. അതെന്തിനാണ് വേറൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തത്? മറ്റാരെങ്കിലും ഷൂട്ട് ചെയ്തതാണെങ്കിലോ? ആര് അങ്ങനെ ഷൂട്ട് ചെയ്താണെങ്കിൽ അത് മനാഫ് സമ്മതിക്കാമോ? ഞങ്ങൾ ഒരു ദുരന്തത്തിൽ പറ്റിയ ഒരാളെ ആശ്വസിപ്പിക്കുന്നത് വേറൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനാ? എന്തിനാ? നമുക്ക് പ്രിയപ്പെട്ട ആളുകളുടെ ദുരന്തം ഉണ്ടാവാറുണ്ട്, അസുഖം വരാറുണ്ട്, മരണം സംഭവിക്കാറുണ്ട്. നമ്മൾ അവരെയൊക്കെ വിളിക്കൂലേ? അപ്പോൾ അത് വേറൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറയാറുണ്ടോ? എന്തിന് ഷൂട്ട് ചെയ്തു? എന്തിന് ഷൂട്ട് ചെയ്തു? അതൊരു ചോദ്യമാണ്. അതാണ് പ്രശ്നം. മനാഫിന് ഇതിനകത്തൊക്കെ വേറെ ചില താല്പര്യം. അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ ബോഡി കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എവിടെ വെച്ച് പറഞ്ഞു? ഷിരൂരിൽ വെച്ച് പറഞ്ഞു. ആരുടെ മുന്നിൽ പറഞ്ഞു? ക്യാമറകളുടെ മുന്നിൽ പറഞ്ഞു, അല്ലേ? അപ്പോൾ മനാഫിന് ഇതൊരു താല്പര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇത് നികഷ്ടരായ ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന ആളുകളെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? അമ്മയെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നത് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു, അല്ലേ? മറ്റ് ചാനൽ ക്യാമറകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു. അയാൾക്കെന്താ അപ്പോൾ ഇത് ക്യാമറകൾ മുന്നിൽ വരുന്നതിന് മുമ്പ് മനാഫ് ഈ അമ്മയെ വിളിച്ചില്ലായിരുന്നോ? അതോ അമ്മയെ വിളിക്കാൻ ക്യാമറകൾ വരുന്നവരെ അയാൾ കാത്തു നിന്നോ? കുഴപ്പമുണ്ട്, ഇല്ലേ? ഉണ്ട്, എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. മനാഫ് അത്ര നല്ല പുള്ളിയല്ല.